ഹായ് പ്യാരെ വെച്ച് വന്ന സാറാണ്. എല്ലാ മക്കളും അടിപൊളിയല്ലേ? യെസ്, നമ്മുടെ പരീക്ഷയൊക്കെ ഇങ്ങ് അടുത്തെത്തി. വളരെ അടിപൊളിയായിട്ട് നമുക്ക് നല്ല മാർക്ക് നേടേണ്ടതായിട്ടുണ്ട്. എൻ്റെ എല്ലാ മക്കൾക്കും വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. അടിപൊളിയാക്കണം നമുക്ക്. അപ്പൊ നമ്മുടെ സൈലത്തിന്റെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക. ഇന്ന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പരീക്ഷയിൽ ചോദിക്കുന്ന 100% ചോദിക്കുന്ന ഒരു ചോദ്യമായിട്ടാണ് സാർ എത്തിയിട്ടുള്ളത്. അപ്പൊ എല്ലാ മക്കളും എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് മാഷ് പറയുന്ന ഈ വീഡിയോ കൃത്യമായി നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. നമുക്ക് നോക്കാം. നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഫിൽമി ലേഗ് ആയിരുന്നു ബൈസിക്കിൾ തീവ്സ്. അടിപൊളിയായിട്ട് നമ്മൾ പഠിച്ചതാണ്, ലൈവിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഈ പാഠഭാഗം. അപ്പൊ ഇതിൽ നിന്നും നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മാഷ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ബൈസിക്കിൾ തീവ്സ് ആ സിനിമ നിങ്ങൾ കണ്ട ആളുകളാണ്. ഈ പാഠഭാഗം വളരെ കൃത്യമായിട്ട് എൻ്റെ മക്കൾ മനസ്സിലാക്കിയവരാണ്. അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൊണ്ടും പേടിക്കാനില്ല, നിങ്ങൾ സെറ്റാണ് എന്നുള്ളത് അറിയാം അല്ലെ? അതിലെ കഥാപാത്രങ്ങളൊക്കെ നമ്മുടെ മൈൻഡിലേക്ക് ഇങ്ങനെ ഓടി എത്തിയിട്ടുണ്ടാകും. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. എൻ്റെ മക്കൾ ശ്രദ്ധയോടുകൂടി നോക്കിക്കോ. എന്താണ് നമ്മുടെ ആ ഒരു പ്രധാനപ്പെട്ട ചോദ്യം? ഇതാണ് ആ പ്രധാനപ്പെട്ട ചോദ്യം. ആപ്കെ സ്കൂൾ അല്ലെ, എന്താ പറഞ്ഞ, ആപ്കെ സ്കൂൾ കെ ഫിൽമോത്സവ് മേ ബൈസിക്കിൾ തീവ്സ് സിനിമ കാ പ്രദർശൻ ഹോനെ വാലാ ഹെ. എന്താ പറഞ്ഞിട്ടുള്ളത്? നിങ്ങളുടെ സ്കൂളിലെ ഫിൽമോത്സവ് അല്ലെ, ചലച്ചിത്രമേളക്ക് അല്ലെ, ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതായത് ബൈസിക്കിൾ തീവ്സ് എന്നുള്ള സിനിമ എന്ത് ചെയ്യുന്നുണ്ട്, പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളവിടെ തീരുമാനിക്കാണ്. ഇനി പറയാണ് ഇസ്കേ ലിയേ ഏക് പോസ്റ്റർ തയ്യാർ കീജിയേ, അതിന് വേണ്ടിയിട്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കണം. അപ്പൊ നിങ്ങൾ ഏറ്റവും ലളിതമായിട്ട് നിങ്ങൾ ചിന്തിച്ചാൽ മതി. നിങ്ങളുടെ സ്കൂളിൽ ഒരു ഹിന്ദി ദിനം നിങ്ങൾ ആചരിക്കുകയാണ്. അപ്പൊ അത് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. അപ്പൊ നിങ്ങളുടെ ക്ലാസ് റൂമിലുള്ള ആളുകൾ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ, അല്ലെങ്കിൽ ഹിന്ദി ക്ലബ്ബിലുള്ള ആളുകൾ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. അത് എല്ലാവരിലേക്ക് എത്തിക്കണ്ടേ, എന്നാൽ അത് എല്ലാവരും വരുള്ളൂ. അതേപോലെ നിങ്ങളുടെ സ്കൂളിൽ ഫിൽമോത്സവം എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ടും ഈ ബൈസിക്കിൾ തീവ്സ് എന്നുള്ള സിനിമ പ്രദർശിപ്പിക്കുമ്പോൾ അവിടെ ഹൗസ്ഫുൾ ആകാൻ വേണ്ടിയിട്ട് എല്ലാവരെയും ക്ഷണിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോസ്റ്ററാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇതിലൂടെ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ എൻ്റെ മക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഒരു പോസ്റ്റർ ഇല്ലാതെ ഈ വരുന്ന ക്രിസ്മസ് പരീക്ഷ കടന്നു പോകില്ല എന്നുള്ളത് അനസാർ നിങ്ങളോട് പറയാണ്. ഇനി ഈ പോസ്റ്റർ നിങ്ങൾ പഠിച്ചാൽ ഏത് വിഷയവുമായി കണ്ടക്ട് ചെയ്ത് വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ അല്ലേ? അപ്പൊ എങ്ങനെ അതിൻ്റെ ആൻസർ എഴുതും എന്ന് ചോദിച്ചാൽ മക്കളെ, ഇങ്ങനെയാണ് അതിന് ആൻസർ എഴുതുക. ഏറ്റവും മനോഹരമായിട്ട് എന്ത് ചെയ്യുക, ഒരു പോസ്റ്റർ നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, മനോഹരമായിട്ട് ഒരു കള്ളി വരക്കുക. സ്കെയിലും പെൻസിലും കൃത്യമായിട്ട് നിങ്ങൾ പരീക്ഷാ ഹാളിലേക്ക് കൊണ്ടുപോകണം അല്ലെ? നമ്മൾ എഴുതുന്നത് വൃത്തിയായിട്ട് എഴുതുക, അതാണ് എൻ്റെ മക്കൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ മനോഹരമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കള്ളി വരക്കുന്നു. എന്താണോ വിഷയം, എന്താണോ നിങ്ങളുടെ സ്കൂളിൽ നടക്കുന്നത്, അത് വലിയ ഒരു ഫോണ്ടിലാക്കിയിട്ട് മുകളിൽ എഴുതുന്നു. ഫിൽമോത്സവ് 2025. ഇത് എവിടുന്ന് നമ്മൾ എടുത്തെഴുതിയല്ല, ഈ ചോദ്യത്തിൽ നിന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്തു, എടുത്തെഴുതി. ക്ലിയർ? ഇനി നമുക്ക് നോക്കുന്നു, എന്താ നമ്മൾ ചെയ്യുന്നത്, സിനിമാ പ്രദർശനമാണ് ചെയ്യുന്നത് അല്ലേ? അപ്പൊ സിനിമാ പ്രദർശനം എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു, മറ്റൊരു വെറൈറ്റി ഫോണ്ടിലാക്കിയിട്ട് നമ്മൾ കൊടുക്കുന്നു. ഇനി സാധാ നോർമൽ ആക്കിയിട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഏതാണ് ആ സിനിമ, അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കുറച്ച് വലിയ രീതിയിലാക്കിയിട്ട് ബൈസിക്കിൾ തീവ്സ് എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൊടുക്കുന്നത്. അതും നമ്മൾ ആക്കിയോ. അപ്പൊ ആ സിനിമയുടെ ഡയറക്ടറോ എന്താണ് നമുക്ക് അതിൽ തന്നിട്ടുള്ള സൂചിക എന്ന് വെച്ചാൽ അതെടുത്തിട്ട് നമുക്ക് ബ്രാക്കറ്റിലാക്കിയിട്ട് കൊടുക്കാം. അത് എന്തോ ആയിക്കോട്ടെ, അതിലേക്ക് കൂടുതൽ മാഷ് കിടക്കുന്നില്ല. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഓപ്ഷനിലാക്കിയിട്ട് നിങ്ങൾക്ക് കൊടുക്കാം. ഇനി എൻ്റെ മക്കൾ നോക്കൂ, ഡേറ്റ്, അതേപോലെ സമയം, അതേപോലെ സ്ഥലം, അതാണ് പിന്നീട് വരുന്ന ഒരു കാര്യം. അപ്പൊ അത് നമ്മൾ കൊടുക്കുന്നു. നമുക്ക് ഇഷ്ടപ്പെട്ട ഡേറ്റ്, ഇന്ന ഡേറ്റിൽ തന്നെ ഈ പരിപാടി നടത്തണം എന്നൊന്നും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണ്ട, അതിൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഇന്ന ഡേറ്റ് തന്നെ പഠിച്ചു പോകണം, അങ്ങനെ ഒന്നും ചെയ്യണ്ട. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡേറ്റ് കൊടുക്കുക. അപ്പൊ നമ്മൾ ഇവിടെ കൊടുത്തു 10 മാർച്ച് 2025 എന്ന് കൊടുക്കുന്നു. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ദിവസം കൊടുക്കാം. പിന്നെ നോക്കേ, സബേരെ 10 ബജെ, രാവിലെ 10 മണി എന്നാ പറഞ്ഞത്. സബേരെ പറഞ്ഞാൽ രാവിലെ, 10 ബജെ എന്ന് പറഞ്ഞാൽ 10 മണി. അപ്പൊ അത് നിങ്ങൾക്ക് സാധാരണ എല്ലാ പരിപാടിയും ഒരു ഇനാഗുറേഷൻ സെക്ഷൻ ഒക്കെ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം നടത്തുമ്പോൾ 10 മണിയാണ് ഉണ്ടാവാറ്. അത് അതേപോലെ തന്നെ അവിടെ കൊടുത്തോളൂ. പിന്നെ എവിടെ നടക്കുന്നത്, GSS സ്കൂൾ സഭാഗ്രഹ്. അപ്പൊ നിങ്ങളുടെ സ്കൂള് ഏതാണോ എന്ന് വെച്ചാൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ആ സ്കൂളിന്റെ ഷോർട്ട് അവിടെ കൊടുക്കുക, അല്ലെങ്കിൽ സ്കൂളിന്റെ ഫുൾ നെയിം കൊടുക്കുക. പിന്നെ സഭാഗ്രഹ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാകും, എന്താണ് സാറേ സഭാഗ്രഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താ സഭാഗ്രഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഓഡിറ്റോറിയമാണ്. അപ്പൊ എവിടെയാണോ, അപ്പൊ നമ്മുടെ സ്കൂളിലൊക്കെ നമ്മൾ നടക്കുമ്പോൾ നമുക്ക് ഒരു സംശയം ഇല്ലാതെ പറയാൻ പറ്റും, സ്കൂൾ സഭാഗ്രഹ എന്ന് പറഞ്ഞാൽ സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ്. അപ്പൊ നമ്മുടെ സ്കൂളിൽ കോമൺ ആയിട്ട് ഓഡിറ്റോറിയത്തിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള പരിപാടി നടക്കുക. പിന്നെ ഏതൊരു പോസ്റ്റർ നമ്മൾ ചെയ്യുമ്പോഴും അതിൽ എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യണ്ടേ, അല്ലാതെ വെറുതെ ഒരു പോസ്റ്റർ കൊടുത്തൊരു കാര്യമുണ്ടോ? അപ്പൊ ഓൾ ആർ വെൽക്കം, അത് നമ്മൾ പറയുന്നത് ഹിന്ദിയിൽ സബ്കാ സ്വാഗത്.
അല്ലെ, അതും നമ്മൾ കൊടുത്ത് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഈ സിനിമാ പ്രദർശനം അല്ലെങ്കിൽ ഫിൽമോത്സവില് ഈ സിനിമ പ്രദർശിപ്പിക്കുന്നത് ഏതിന്റെ കീഴിലാണ്? ഒരു ക്ലബ്ബ് ഉണ്ടാവും. ഏതൊരു പരിപാടി നടത്തുമ്പോഴും അത് ഫിലിം ക്ലബ്ബാണ് അല്ലെങ്കിൽ ഹിന്ദി ക്ലബ്ബ് എന്ന് നിങ്ങൾക്ക് കൊടുക്കാം. അതും കൂടി നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ പൊന്നുമക്കളെ നമ്മുടെ പോസ്റ്ററിന്റെ 4 മാർക്ക് സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നേടാൻ പറ്റും. അപ്പൊ ഇനി ഒരിക്കലും പോസ്റ്റർ ഉണ്ടാക്കുന്നതിൽ എൻ്റെ മക്കൾക്ക് കൺഫ്യൂഷൻ വരരുത്. ഈ വരുന്ന പരീക്ഷയിൽ ഇത് തന്നെ നമ്മളോട് ചോദിക്കാൻ 100% സാധ്യതയുള്ള ഒരു പോസ്റ്റർ തന്നെയാണ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാഷ് എന്ത് ചെയ്തിട്ടുള്ളത്? ഈ ഒരു വീഡിയോയുമായിട്ട് വന്നിട്ടുള്ളത്. സെറ്റാണോ? സെറ്റ് ആണെങ്കിൽ ഓക്കെ ആണെങ്കിൽ അനസാറെ ക്ലിയർ ആണ്, ഞങ്ങൾക്ക് ഒരു ഡൗട്ടും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ കമന്റ് ബോക്സിലൊക്കെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. പോസ്റ്റർ നിങ്ങൾക്ക് സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ സാറേ പോസ്റ്ററിൽ ഇനി ഒരു പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് ഇല്ല, ഞങ്ങൾ തെറ്റിക്കൂല എന്ന് പറഞ്ഞ് നിങ്ങളുടെ ആ ഒരു കമന്റും കൂടി ചെയ്ത് കഴിഞ്ഞാൽ അനസാറിന് സന്തോഷമായി. അഗലാ ക്ലാസ് മേ അനസാർ ഫിർ മിലേഗാ. സബ്കാ ബഹുത് ബഹുത് ശുക്രിയ. ബൈ.